ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. ജനതാ ഗ്രൂപ്പ് സ്ഥാപകൻ കുരുതുകുളങ്ങര ഫ്രാൻസിസ് ഭാര്യ മേരി ഫ്രാൻസിസിന്റെ ഓർമ്മയ്ക്കായി പാലിയേറ്റീവ് ഉപകരണങ്ങൾ നൽകി. മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിനാണ് ഉപകരണങ്ങൾ കൈമാറിയത്. സഹോദരങ്ങളായ ജെയിംസ് ഫ്രാൻസിസ്, റോയ് ഫ്രാൻസിസ്, ബിജു ഫ്രാൻസിസ് എന്നിവരാണ് മാതൃകാപരമായ പ്രവൃത്തി നിർവഹിച്ചത്. മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിനാണ് ഉപകരണങ്ങൾ കൈമാറിയത്. മഹാത്മാ ചെയർമാൻ കെ അജിത് കുമാർ, സെക്രട്ടറി ജിജോ കുര്യൻ എന്നിവർ ചേർന്ന് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ വൈശാഖ് നാരായണസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി PJ രാജു, TS മായാദാസ്, സീനിയർ ചേംബർ ഭാരവാഹികളായ സൗഹൃദ രാജൻ, ബോബൻ, ട്രസ്റ്റ് അംഗങ്ങളായ ബിജു ഇസ്മായിൽ, TV സണ്ണി, ശശിമംഗലം, ചന്ദ്രപ്രകാശ് ഇടമന, രാജൻ വടക്കത്ത്, സിദ്ദിഖ്, മേരി ഫ്രാൻസിസിന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. എന്തായാലും റോയേട്ടൻ അമ്മ മരിച്ച സമയത്ത് അതിന് മുമ്പ് ഒരു ദിവസം റോയേട്ടനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞൊന്നുമില്ല, വല്ല ഞങ്ങളുടെ ട്രസ്റ്റിലേക്ക് പാലിയേറ്റീവ് ഉപകരണങ്ങൾ എന്തെങ്കിലുമൊക്കെ സീനിയർ ചേംബറിൻ്റെ തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത്തരം ഇത് സീനിയർ ചേംബറിനില്ല, വേറെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം എന്ന് എന്നോട് വാക്കാൽ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അമ്മ മരിച്ചതിന് ശേഷം ഒരു ദിവസം ഞാനിങ്ങനെ വളരെ വേണ്ടപ്പെട്ട ഒരാളിത് ചോദിച്ചു. പക്ഷേ നിങ്ങളന്നത് എന്നോട് മുൻപ് ചോദിച്ചിട്ട് കാരണം ഞാനിത് നിങ്ങളുടെ ട്രസ്റ്റിൽ എന്തായാലും തരും, നിങ്ങളതൊരു ദിവസം വന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നമ്മളൊരു ഒരു ഓഫ് ഹാൻഡായിട്ട് പറഞ്ഞതാണെങ്കിലും അത് ഓർമ്മയിൽ വെച്ച് മഹാത്മാ കെയർ ആൻഡ് ഷെയറിന് ഈ ഉപകരണങ്ങൾ നൽകാൻ തയ്യാറായതിൽ പ്രത്യേകം കുടുംബത്തെ അഭിനന്ദിക്കുകയാണ്. മഹാത്മാ കെയർ കഴിഞ്ഞ 12 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നമ്മളത് ഒരുപാട് ആളുകൾക്ക് ഇത്തരം തരുന്ന ഉപകരണങ്ങൾ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ, പലരും ഇത് വാങ്ങിച്ച് വീട്ടിലെ ആവശ്യം കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ എടുത്തു വയ്ക്കുകയാണ് ചെയ്യുക. പക്ഷേ വലിയ വില കൂടിയ ഉപകരണങ്ങൾ, പക്ഷെ പലരും നമ്മളെ വിളിച്ച് തരുമ്പോൾ അത് ഒരുപാട് പേർക്ക് പിന്നീട് ഉപയോഗിക്കാനുള്ളൊരവസരം ഉണ്ടാവുകയാണ്. അപ്പോൾ അതൊരു വലിയ ചാരിറ്റിയാണ്. അപ്പോൾ ഇനിയും എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ ഉപകരണങ്ങളൊക്കെ വീട്ടിലുള്ള ആളുകൾ ഇത്തരത്തിൽ ഞങ്ങളെ എന്നല്ല, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളെയും സന്നദ്ധ സംഘടനകളെ ഏൽപ്പിച്ചാൽ അത് നമ്മുടെ സമൂഹത്തിൽ ഇതൊന്നും വാങ്ങിക്കാൻ ശേഷിയില്ലാത്ത ഒരുപാട് പേർക്ക് ഗുണകരമായി തീരും. VCB ന്യൂസ്, വടക്കാഞ്ചേരി.